ഏതോ ഒരു ജാഥയുടെ സ്വീകരണ വേദിയിൽ ഒരു നേതാവ് വേറൊരു നേതാവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു, ഒരാളെ പിടിച്ചു തള്ളി, വേറൊരാളെ ചവിട്ടിത്തള്ളി താഴെ ഇട്ടു. ഇതാണ് വാർത്ത അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അവരായി, അവരുടെ ജാഥയായി ഞങ്ങളുടെ നേതാവിനെ ചവിട്ടിയാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചവിട്ടിക്കോ, നിങ്ങൾ തള്ളിയിട്ടോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇത് പുതിയ അനുഭവമല്ല. KPCCയുടെ അന്നത്തെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്ത ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ? എനിക്കതിപ്പോൾ മൈക്കിൽ കൂടി പറയാൻ നിർവാഹമില്ല. പ്രതിപക്ഷ നേതാവ് വരാൻ 1 മിനിറ്റ് വൈകിയതാണ്. ചാനൽ ക്യാമറകൾ, ചാനലിന്റെ മൈക്കുകൾ എല്ലാം ഓണാണ്. മൈക്കെല്ലാം ഓൺ ചെയ്ത് വെച്ചിരുന്നതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് KPCC പ്രസിഡന്റ് തന്റെ സാംസ്കാരിക ഔന്നത്യം വെളിപ്പെടുത്തും വിധം തന്റെ സഹപ്രവർത്തകനെ ഓമന പേരിട്ട് വിളിച്ചത്. ഇത് കേട്ട് പെട്ടെന്ന് വനിതാ കോൺഗ്രസിന്റെ ഒരു നേതാവ് അദ്ദേഹത്തെ തടഞ്ഞു പറഞ്ഞു, പതുക്കെ, മൈക്ക് ഓണാണ്, ചാനൽ മൈക്കും ക്യാമറയും ഓണാണ്. അപ്പൊ അദ്ദേഹം പിന്നെ അവിടെ നിർത്തി. എന്തൊരു സാഹോദര്യം, എന്തൊരു സംസ്കാരം, എന്തൊരു പരസ്പര ബഹുമാനം. മറ്റൊരിക്കൽ ഇവർ രണ്ടുപേരും കൂടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചാനൽ മൈക്കിന് വേണ്ടി പിടിവലി. ഞാൻ ആദ്യം പറയും അല്ലേ? ആരാദ്യം പറയും? അതായിരുന്നു തർക്കം. എന്നാ പിന്നെ താൻ തന്നെ അങ്ങ് പറ എന്ന് പറഞ്ഞ് നീക്കി വെച്ചു. പക്ഷേ ഈ കൂട്ടരാണ് ഇപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കേരള ഭരണം തരൂ എന്നാണ് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണം നടത്താൻ കെൽപ്പില്ലാത്ത 7ാം കൂലികളാണ് കേരളത്തിൽ അധികാരം വേണം എന്ന ആവശ്യവുമായി ജനങ്ങളുടെ മുൻപാകെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവരുടെ കാണാം കയ്യിൽ കേരളത്തിൻ്റെ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഈ ജാഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന സുപ്രധാനമായ ഒരു ജനമുന്നേറ്റമായാണ് ഓർമ്മിക്കപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജാഥയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രൂപീകരണം മുതൽക്കിങ്ങോട്ടുള്ള വികസനത്തിൻ്റെ പന്ഥാവിൽ കഴിഞ്ഞ ഒരു ദശാബ്ദം കേരളം ആർജിച്ച മഹത്തായ നേട്ടങ്ങൾ, സമാനതകളില്ലാത്ത വളർച്ച, ജനജീവിതത്തിൽ അനുഭവേദ്യമായ ക്ഷേമ പദ്ധതികൾ, അതെല്ലാം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുകയും ദൃഢീകരിക്കുകയും ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് ജാഥ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ നാടാർജിച്ച നേട്ടം അത് ചെറുതല്ല. നാം നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നതായതുകൊണ്ടൊരു പക്ഷേ കേരളം ഒരു ദശാബ്ദത്തിനിടയിൽ നേടിയ നേട്ടങ്ങളെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലുമാകാത്ത മഹാവളർച്ച, വലിയ മുന്നേറ്റം കേരളത്തിനുണ്ടായി. എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങളുമായാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും. ഇന്ന് കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല. UDFിൻ്റെ കാലത്ത് ഇരുട്ടിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു കേരളം. പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും നാടായിരുന്ന കേരളം ഇന്ന് വെളിച്ചത്തിൻ്റെ യുഗത്തിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ നാട് 3 ലക്ഷം ചെറുപ്പക്കാർക്കാണ് 10 വർഷത്തിനിടയിൽ PSC വഴി ഗവൺമെൻറ് സർവീസിൽ നിയമനം കിട്ടിയത്. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ 3 ലക്ഷം യുവതീ-യുവാക്കൾ സർക്കാർ ജോലിക്കാരായി മാറി. കേരളത്തിലെ ഈ നിയമനം ഒരു സർവകാല റെക്കോർഡാണ്. ഇന്ത്യയിൽ ആകെ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% ഈ കേരളത്തിലാണ്. 62 ലക്ഷം വരുന്ന മലയാളിക്ക് 2000 രൂപ പ്രതിമാസം ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ഇങ്ങനെയൊരു ക്ഷേമ പെൻഷൻ ഇല്ല. BJPയുടെയോ കോൺഗ്രസിൻ്റെയോ കാര്യപരിപാടിയിൽ ഇങ്ങനെയൊന്നില്ല. ഇത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 35 വയസ്സായാൽ വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു. അപേക്ഷിച്ചവർക്ക് കഴിഞ്ഞ ദിവസം തുക അക്കൗണ്ടിൽ വന്നു. ചരിത്രത്തിലാദ്യമായി
ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 35 വയസ്സ് പിന്നിടുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന നാടായി നമ്മുടെ നാട് കേരളം മാറി. ഇന്ത്യയിൽ മറ്റെവിടെയും അങ്ങനെയില്ല. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഒരു തൊഴിൽ കിട്ടുന്നത് വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് 1000 രൂപ. അപേക്ഷിച്ചവരുടെ മുഴുവൻ അക്കൗണ്ടിൽ കഴിഞ്ഞയാഴ്ച പണം വന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളം സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിൻ്റെ പാതയിൽ മുൻപോട്ട് പോകുന്നു. ഇനിയും എത്രയെത്ര വൻകിട വികസന പദ്ധതികൾ നമ്മുടെ കൺമുൻപിലൂടെ യാഥാർത്ഥ്യമായി. ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശപാത, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഓപ്പൺ സർവകലാശാല, വിഴിഞ്ഞം പോർട്ട്, ഫോൺ, അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങളുടെ നിറവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന കുട്ടികൾ 10 കൊല്ലം മുമ്പ് ഓർക്കണം. അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ചിലർ സിലബസ് ഒക്കെ സംഘടിപ്പിച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അത് തുന്നിക്കെട്ടി കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ ശ്രമിച്ചു. അതായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾ റെഡി, കുട്ടികളുടെ കയ്യിലെത്തുന്നു. എന്നാൽ ഇക്കൊല്ലം അതിൽ നിന്നും നാം വളർന്നു. സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ കിട്ടുകയാണ്. ചെറിയ മാറ്റമല്ല കേരളത്തിലുണ്ടായത്. നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ പള്ളിക്കൂടങ്ങൾ ലോകോത്തരമായി മാറി. ഈ മാറ്റങ്ങൾ എങ്ങനെ സാധിച്ചു? ഇടതുപക്ഷ ഗവൺമെന്റിനെ കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പകപോക്കലിന് ഇടയിലും കേരളത്തെ തകർക്കാൻ രാഷ്ട്രീയമായ പക കൊണ്ട് കേരളത്തിനെതിരായി ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സാമ്പത്തിക ഉപരോധത്തിനിടയിലും കേരളത്തെ ഇങ്ങനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? 2 കാരണമാണ്. ഒന്ന്, ഇടതുപക്ഷത്തിന് വ്യക്തമായ ദിശാബോധമുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ വികസനത്തിൻ്റെ പെരുമഴ സൃഷ്ടിക്കണം. നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം. ആ പ്രതിബദ്ധത ഇടതുപക്ഷത്തിനുണ്ട്, നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത. 2, കേരളത്തിലെ ഭരണ സംവിധാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ ആവശ്യമായ മേധാശക്തിയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കെട്ടുറപ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ കൈകളിൽ കേരളത്തിൻ്റെ ഭരണം സുരക്ഷിതമായിരുന്നു. അതാണ് ഞാനിതിവിടെ എടുത്തു പറയാൻ കാരണം. ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണോ മുന്നണിയുടെ നേതൃത്വത്തിലാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഒരു ജാഥ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവാണ് പോലും നയിക്കുന്നത്. ആ ജാഥ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇടം പിടിച്ചത്, ജാഥയിൽ ജനങ്ങളോട് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും വികസന സാധ്യതയെക്കുറിച്ച്, നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളുടെയോ നിലപാടുകളുടെയോ മുദ്രാവാക്യത്തിൻ്റെയോ പേരിലല്ല ജാഥ ചർച്ച ചെയ്യപ്പെട്ടത്. പിന്നെയോ ഏതോ ഒരു ജാഥയുടെ സ്വീകരണ വേദിയിൽ ഒരു നേതാവ് വേറൊരു നേതാവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു, ഒരാളെ പിടിച്ചു തള്ളി, വേറൊരാളെ ചവിട്ടിത്തള്ളി താഴെ ഇട്ടു. ഇതാണ് വാർത്ത അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അവരുടെ ജാഥയായി ഞങ്ങളുടെ നേതാവിനെ ചവിട്ടിയാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചവിട്ടിക്കോ, നിങ്ങൾ തള്ളിയിട്ടോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇത് പുതിയ അനുഭവമല്ല. കുറച്ചുനാൾ മുൻപ് ഒരു വാർത്താ സമ്മേളനത്തിൽ KPCCയുടെ അന്നത്തെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്ത ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ? എനിക്കതിപ്പോൾ മൈക്കിൽ കൂടി പറയാൻ നിർവാഹമില്ല. പ്രതിപക്ഷ നേതാവ് വരാൻ 1 മിനിറ്റ് വൈകിയതാണ്. ചാനൽ ക്യാമറകൾ, ചാനലിന്റെ മൈക്കുകൾ എല്ലാം ഓണാണ്. മൈക്കെല്ലാം ഓൺ ചെയ്ത് വെച്ചിരുന്നതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് KPCC പ്രസിഡന്റ് തന്റെ സാംസ്കാരിക ഔന്നത്യം വെളിപ്പെടുത്തും വിധം
തൻ്റെ സഹപ്രവർത്തകനെ ഓമന പേരിട്ട് വിളിച്ചത്. ഇത് കേട്ട് പെട്ടെന്ന് വനിതാ കോൺഗ്രസിന്റെ ഒരു നേതാവ് അദ്ദേഹത്തെ തടഞ്ഞു പറഞ്ഞു, പതുക്കെ മൈക്ക് ഓണാണ്, ചാനൽ മൈക്കും ക്യാമറയും ഓണാണ്. അപ്പൊ അദ്ദേഹം പിന്നെ അവിടെ നിർത്തി. എന്തൊരു സാഹോദര്യം, എന്തൊരു സംസ്കാരം, എന്തൊരു പരസ്പര ബഹുമാനം. മറ്റൊരിക്കൽ ഇവർ രണ്ടുപേരും കൂടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചാനൽ മൈക്കിനു വേണ്ടി പിടിവലി. ഞാൻ ആദ്യം പറയും അല്ലേ, ആരാദ്യം പറയും, അതായിരുന്നു തർക്കം. എന്നാ പിന്നെ താൻ തന്നെ അങ്ങ് പറ എന്ന് പറഞ്ഞ് നീക്കി വെച്ചു കൊടുത്തു. ഒരുമിച്ചൊരു മിനിറ്റ് ഇരിക്കാൻ ഐക്യമില്ലാത്തവർ, ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്പര ബഹുമാനത്തോടെ ഒരു വാക്കു പറയാൻ കഴിയാത്തവർ, സഹപ്രവർത്തകനെ അശ്ലീലം വിളിക്കുന്നവർ, ഇപ്പൊ ജാഥ നടത്തിയപ്പോ വിളിച്ചു കൂട്ടിയ ആളുകളുടെ മുൻപിൽ കഴുത്തുന്നു പിടിച്ചു തള്ളാനും ചവിട്ടി താഴെയിടാനും ഒരു മടിയും കാണിക്കാത്ത, ഐക്യവും അച്ചടക്കവും കണികയില്ലാത്ത, ചേരിപ്പോരും തമ്മിൽ തല്ലും ഗ്രൂപ്പിസവും വിഭാഗീയതയും മുഖമുദ്രയായ ഒരു കൂട്ടർ. ഇതല്ലേ നമ്മൾ കണ്ടത്. ഞാനിതിവിടെ പറയാൻ കാരണം, അവരുടെ പാർട്ടിയിലെയും മുന്നണിയിലെയും ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചങ്ങനെ വിശദീകരിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ ഈ കൂട്ടരാണ് ഇപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കേരള ഭരണം തരൂ എന്നാണ് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണം നടത്താൻ കെൽപ്പില്ലാത്ത ഏഴാം കൂലികളാണ് കേരളത്തിൽ അധികാരം വേണം എന്ന ആവശ്യവുമായി ജനങ്ങളുടെ മുൻപാകെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവരുടെ കാണാം കയ്യിൽ കേരളത്തിന്റെ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ നാട് കുട്ടിച്ചോറാവും. ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴ ഇവരുടെ ഒരു ഭരണം കിട്ടിയാൽ നടക്കൂ. ഇവരുടെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? ഇപ്പൊ ചിലരെല്ലാം പഴയ ചരിത്രം ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച ഒരു മനുഷ്യന്റെ മൃതശരീരം കിടത്തിയ ബെഡിലാണ് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തത്. മൃതശരീരവും ജീവനുള്ള ശരീരവും ഒരുമിച്ചായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നത്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കെട്ടുറപ്പില്ലാത്ത നേതൃത്വത്തിന് ഒരു ഭരണ സംവിധാനത്തെ നയിക്കാനാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അനൈക്യവും വിഭാഗീയതയുമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര. ഒരേ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്നവർ തമ്മിൽ കുത്തിക്കൊന്നതും കുത്തിച്ചത്തതും എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൃശ്ശൂരിലെ ലാൽജി കൊള്ളന്നൂർ, മധു ഈച്ചരത്ത്, ഹനീഫ, പുതുപ്പള്ളിയിലെ ഔസേപ്പ്, ഞാൻ ഈ പറഞ്ഞ പേരുകാരെല്ലാം പവൻമാറ്റ് കോൺഗ്രസുകാരായിരുന്നു. എല്ലാവരും കോൺഗ്രസുകാരാൽ കൊല്ലപ്പെട്ടവരാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഒരു പൊതുസ്ഥിതി. അപ്പോ ഇത്തരമൊരു കൂട്ടരാണ് കേരളത്തിന്റെ ഭരണത്തിനു വേണ്ടി ഇപ്പോ ജനങ്ങളുടെ മുൻപാകെ ജാഥയുമായി ഇറങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം ഞാനിവിടെ ചില വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല. കാരണം ഓരോ വിഭാഗം പ്രാധാന്യമേറിയ വികസന പ്രവർത്തനമാണ് ഓരോന്നും. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിഫലിക്കുന്ന നേട്ടങ്ങളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എണ്ണുക. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നതും വലിയൊരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. വീട്ടമ്മമാരോട് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏർപ്പെടുത്തിയ നടപടിയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമേറിയത്. ചെറുപ്പക്കാരോട് ചോദിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 3 ലക്ഷം യുവജനങ്ങൾക്ക് നിയമനം നൽകിയ, ജോലി നൽകിയ സർക്കാർ നടപടിയോ അല്ലെങ്കിൽ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് ജോലി കിട്ടുന്നത് വരെ സർക്കാർ ഇപ്പോൾ ഏർപ്പെടുത്തിയ പ്രതിമാസ സ്റ്റൈപ്പൻഡോ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ വ്യാവസായിക അഭിവൃദ്ധി, പള്ളിക്കൂടങ്ങളിലുണ്ടായ മാറ്റം, ആശുപത്രികളുടെ വളർച്ച, കേരളത്തിലെ റോഡുകൾ ആധുനിക നിലവാരത്തിലായത്, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരുണ്ടാവും. എല്ലാം ശരിയുമാണ്. 5 ലക്ഷം പേർക്ക്, 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ചില്ലറ കാര്യമല്ല. ഒരു കുടുംബത്തിൽ ഒരു 4 പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ, ഒരച്ഛൻ, ഒരമ്മ, 2 മക്കൾ, 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർക്കാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ
20 ലക്ഷം മനുഷ്യർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വലിയ കാര്യമാണ്. എന്നാൽ ഇതോടൊപ്പം ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രാധാന്യമേറിയ മറ്റൊരു നേട്ടം കൂടിയുണ്ട്. അതെന്താണ്? സമാധാനപരമായി ഇവിടെ ജീവിക്കാൻ, സ്വസ്ഥമായി ഉറങ്ങാം, പേക്കിനാവുകളില്ലാത്ത നിദ്ര, സമാധാനമായി ഉറങ്ങാം. ഇതിലെന്താണ് ഇത്ര പ്രാധാന്യം എന്നാണെങ്കിൽ, ഇന്ത്യയിൽ ഇങ്ങനെ സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന നാട് നമ്മുടെ കേരളം മാത്രമാണ്. മറ്റെവിടെയും ഇങ്ങനെയൊരു സാമൂഹ്യ അന്തരീക്ഷമില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ്. മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോലും പേരിൽ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്ന വാർത്തകൾ, വിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ച് വർഗീയമായി മനുഷ്യരെ ചേരിതിരിച്ച് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന എത്രയെത്ര വാർത്തകൾ പുറത്തു വരുന്നു. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, അതിങ്ങനെ വന്ന് ദക്ഷിണേന്ത്യയിലേക്ക് എത്തുകയാണ്. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് അടിച്ചു കൊന്നത് അഷറഫിനെ. എല്ലാം അതിർത്തിക്കപ്പുറമാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. കേരളത്തിൽ പ്രശ്നമില്ല. അതെന്താ കേരളത്തിൽ പ്രശ്നമില്ലാത്തത്? വർഗീയവാദികൾ കൂട്ടമായി വിസ എടുത്ത് രാജ്യം വിട്ടു പോയോ കേരളത്തിൽ നിന്ന്? ഇല്ല, കേരളത്തിലുണ്ട്. എല്ലാ തരം വർഗീയവാദിയും ഈ മണ്ണിലുണ്ട്. പക്ഷേ മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയാലോ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ, വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ, കയ്യിൽ വിലങ്ങണിയിച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലുണ്ട് എന്നതാണ് ഈ വർഗീയവാദികൾ പുറത്തിറങ്ങാത്തത്. UDFന്റെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? ഇപ്പൊ ആളുകൾക്കൊക്കെ മറവിയാണ്. 10 കൊല്ലം മുമ്പുള്ള കാര്യമൊന്നും ഓർമ്മയില്ല. കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ മുഖ്യമന്ത്രിമാർ ഉമ്മൻചാണ്ടി, AK ആന്റണി, K കരുണാകരൻ, ഇവരൊക്കെ കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ നമ്മുടെ നാടിന്റെ സാഹചര്യം എന്തായിരുന്നു? അവസ്ഥ എന്തായിരുന്നു? എത്ര വർഗീയ കലാപങ്ങൾ, എത്ര അരുംകൊലപാതകങ്ങൾ, ഈയാമ്പാറ്റകളെ പോലെ നിരപരാധികളായ മനുഷ്യർ തെരുവിൽ കൊല്ലപ്പെടുന്നതിന് ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടില്ലേ? എത്ര പോലീസ് വെടിവെപ്പുകൾ ഈ ജില്ലയിൽ ഉൾപ്പെടെ. പാലക്കാട്ട് അന്നൊരു നാളിലാണ് 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസ പോലീസ് വെടിവെച്ച് കൊന്നു. അതായിരുന്നു കേരളം. 10 വയസ്സുള്ള പെൺകുട്ടിയെ പോലും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെടുന്ന ഒരു അന്തരീക്ഷം. വർഗീയവാദികൾ അഴിഞ്ഞാടിയ, വർഗീയ കലാപങ്ങളുടെ കളങ്കം പുരണ്ട ഒരു നാട് അതായിരുന്നില്ലേ നമ്മുടെ നാട്? മനുഷ്യന്റെ ഗാലൻ കണക്കിന് രക്തം തെരുവുകളിൽ തളം കെട്ടി നിന്ന ഒരു കാലം നമ്മളെല്ലാം മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. ഞാനത് വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്ന് കരുതുന്നില്ല. പക്ഷേ മാറാട് പോലെ, ചാലക്കുടി എന്ന് പറഞ്ഞു അല്ലേ? ചാലക്കമ്പോളം അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ എണ്ണിപ്പറയാൻ എത്രയോ ദുരനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു. മാറാട് ഉൾപ്പെടെ വേദനിപ്പിക്കുന്നതും മറക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ആ ഭൂതകാലം ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതായിരുന്നു അനുഭവം. അതായിരുന്നു അനുഭവം. മൂകസാക്ഷിയായി നിന്നു സർക്കാർ. ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? ഈ വർഗീയവാദികളുടെ പിന്തുണയോടെയായിരുന്നു അധികാര കസേരയിൽ ചടഞ്ഞിരുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ വർഗീയവാദികളിൽ ഒരാൾ പ്രവീൺ തൊഗാഡിയ കോഴിക്കോട്ട് വന്ന് വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തി. സ്വാഭാവികമായും പോലീസ് ഒരു കേസെടുത്തു. ഉടനെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ RSSന്റെ അന്ത്യശാസനം വന്നു. ഇപ്പൊ പിൻവലിച്ചോളണം കേസ്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേസ് പിൻവലിച്ചു മുട്ടുമടക്കി. ഈ തിരുവനന്തപുരത്തെ MG കോളേജിൽ പുറമെ നിന്നെത്തിയ RSSന്റെ ക്രിമിനൽ സംഘം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കാല് ചിന്നിച്ചിതറി. സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു. ഉടനെ RSSന്റെ കാര്യാലയത്തിൽ നിന്നും
ആജ്ഞ പുറപ്പെട്ടു. ഇപ്പോൾ പിൻവലിക്കണം കേസ്. ഉളുപ്പില്ലാതെ പിൻവലിച്ചു കൊടുത്തു കേസ്. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാന സ്വഭാവമുള്ള ഒരു സംഭവമില്ല. അതായിരുന്നു അന്നത്തെ സാഹചര്യം. മലപ്പുറത്തും കോഴിക്കോട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ പ്രതികളായ എല്ലാ കേസും പിൻവലിപ്പിച്ചു. RSSും പോപ്പുലർ ഫ്രണ്ടും ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും അന്നത്തെ ഗവൺമെന്റിനെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി ഭരണം നടത്തി. അതുകൊണ്ട് ഒരു വർഗീയവാദിയുടെയും പേരിൽ നടപടിയെടുക്കാൻ പറ്റില്ല. വർഗീയ കലാപങ്ങൾക്ക് മൂകസാക്ഷിയായി നിൽക്കണം. അതായിരുന്നു സാഹചര്യം. നമുക്കാ പേടിയില്ല. ഇവന്റെ ഒന്നും സഹായം കൊണ്ടല്ല ഇന്നോളം കേരളത്തിൽ LDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരു വർഗീയവാദിയുടെയും പിന്തുണ നമുക്ക് ഇന്നോളം ഉണ്ടായിട്ടില്ല, ഇന്നില്ല, നാളെയും വേണ്ട. മതനിരപേക്ഷവാദിയായ മലയാളിയുടെ പിന്തുണയാണ് ഇടതുപക്ഷത്തിന് ആവശ്യം. അതുകൊണ്ടോ നമുക്ക് രാഷ്ട്രീയാധികാരമുള്ളപ്പോ ഏതെങ്കിലും ഒരു വർഗീയവാദി കേരളത്തിന്റെ സമാധാനം തകർക്കാൻ തെരുവിലിറങ്ങിയാൽ അത് അവസാനത്തെ ഇറങ്ങലാവും. പിന്നെ അതിനൊരു അവസരം ഉണ്ടാവില്ല, അകത്തു പോകും. അതാണ് സ്ഥിതി. അതുകൊണ്ടോ വർഗീയവാദികളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സാഹചര്യങ്ങൾക്കൊരു മാറ്റം വന്നാലോ, ഈ പറയുന്ന UDF-നെങ്ങാണം ഇവിടെ ഒരു അവസരം കിട്ടിയാലോ നമ്മുടെ നാടിന്റെ കഥ കഴിഞ്ഞു. നമ്മളിൽ എത്ര പേർ കൊല്ലപ്പെടും? ഈ തെരുവിൽ എത്ര മനുഷ്യരിനിയും പൊലിഞ്ഞു വീഴും? വർഗീയവാദികളുടെ വിഹാരരംഗമായി മാറും. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, LDF-നെ തോൽപ്പിക്കാൻ ഇരുവർഗീയതയുമായി സന്ധി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ RSSുമായും ജമാഅത്തെ ഇസ്ലാമിയുമായാണ് ഒരേ സമയം. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ്. അതുകൊണ്ട് ഈ വിപത്തിനെ തിരിച്ചറിയണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജാഥാ ക്യാപ്റ്റൻ പുറത്തുനിന്ന് പോയിട്ട് വരട്ടെ എന്ന് കരുതി നിൽക്കുകയായിരുന്നു. ഞാൻ എത്തി. നമുക്ക് നാടിന്റെ നാളെയെ കരുതി കേരളം തകർന്നു പോകാതിരിക്കാൻ, ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ, മഹാവികസനത്തിന്റെ ഈ യാത്ര പാതി വഴിയിൽ നിലച്ചു പോകാതിരിക്കാൻ, ഇനിയും നാട് അഭിവൃദ്ധിപ്പെടാൻ, സമ്പൽ സമൃദ്ധമായി, ഐശ്വര്യ സമ്പൂർണമായി, സമാധാനപരമായി, അഭിമാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം നിലനിൽക്കണം, വളരണം. ഈ വികസന കുതിപ്പ് പാതിയിൽ നിലയ്ക്കരുത്. അതിന് ഇടതുപക്ഷം ഇനിയും കരുത്താർജിക്കണം, ഇനിയും ശക്തിപ്പെടണം. വലിയ അപകടങ്ങളെ അകറ്റി നിർത്താൻ കേരളത്തിന്റെ നാളെയെ കരുതി ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിൽ അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഊർജ്ജസ്വലതയോടെ മലയാളിയുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന നുണപ്രചാര വേലയെ തുറന്നു കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാം കൂടുതൽ കരുത്തോടെ വീര്യത്തോടെ രംഗത്തിറങ്ങണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.